അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ടു ജസ്നാസ് കുക്കിംഗ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഗാർലിക് ബ്രെഡിൻ്റെ റെസിപ്പിയാണ്. ചീസൊക്കെ ഇട്ടിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗാർലിക് ചീസ് ബ്രെഡാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗാർലിക് ബ്രെഡിൻ്റെ ബ്രെഡിൻ്റെ മാവൊന്ന് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒരു ഗാർലിക് ബ്രെഡിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഈസ്റ്റ് 1 ടീസ്പൂൺ തന്നെ എടുത്താൽ മതി. അതെടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഇളം ചൂടുവെള്ളത്തിലോ പാലിലോ ഒന്ന് മിക്സ് ആക്കുക. 1 ടീസ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ ഈസ്റ്റും ചേർത്തിട്ട് എന്നിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് അതൊന്ന് ആക്റ്റീവ് ആവാനായിട്ട് വെക്കുക. അതിന് ശേഷം മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊക്കെ ഒന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇളക്കിയിട്ട് പഞ്ചസാരയും ഉപ്പും ഈസ്റ്റും മൈദയെല്ലാം ഒന്ന് ഒരുമിച്ചൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 250 ml കപ്പിന് 1/2 കപ്പ് ഇളം ചൂട് പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചാറിയിട്ട് ചെറിയൊരു ചൂട് വാമായിട്ടുള്ള പാലാണ് എടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് പാലിന് പകരം വെള്ളവും ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴക്കാൻ. അങ്ങനെ ഇത് നന്നായിട്ട് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും ഓയിലാക്കിയിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തി മാവിൻ്റെ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ ഡബിൾ സൈസ് ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഞാനിതൊന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ സൈസ് ആയതിൻ്റെ ശേഷം എടുക്കാം. ചൂടുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ മാവ് പെട്ടെന്ന് തന്നെ പൊന്തി വരും. അപ്പോൾ മാവൊന്ന് ഡബിൾ സൈസായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട ഗാർലിക് ബ്രെഡ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഗാർലിക്കിൻ്റെ ഫില്ലിങ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനൊരു 3 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. 3 എണ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെന്നെ മതി, ഒരുപാടൊന്നും ചേർക്കണ്ട. ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില വേണം, കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. അതും ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അങ്ങനെ ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ബട്ടർ ഞാൻ 5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അത് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ്. അതിലേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുക്കുന്നത് വെച്ചാൽ ഒരു നുള്ളു ഉപ്പ് ഈ സമയത്ത് ഇതിൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി മല്ലിയിലയും വെളുത്തുള്ളിയൊക്കെ ഈ ബട്ടറിൽ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിന് ശേഷം നമുക്ക് ഗാർലിക് ബ്രെഡ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാവ് ഒരു 2 മണിക്കൂറായി ഡബിൾ സൈസ് ആവാനായിട്ട് വെച്ചിട്ട്. ഇപ്പോൾ ഇതാ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റാപ്പ് ചെയ്തതെല്ലാം എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ മാവൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ മാവ് ഈ ബൗളിൽ നിന്ന് മാറ്റാം. അതിന് ശേഷം ഇതൊന്ന് പരത്തിയെടുക്കാം. ഇനി ഇത് പരത്തിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ടിട്ട് ഈ മാവിൻ്റെ എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം പരത്തിയെടുക്കാം. ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് മാവിൻ്റെ എല്ലാ സൈഡിലേക്കും ആക്കിയ ശേഷം ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. പരത്തിയെടുക്കുന്ന സമയത്ത് ഒരുപാട് കനം കുറച്ച് പരത്തരുത്. ചെറിയൊരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. അങ്ങനെ ഇത് പരത്തി വെച്ചിട്ടുണ്ട്. ഈ ഒരു കട്ടിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് കനം കുറച്ച് പരത്തരുത്. അതുപോലെ ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കാം. പിന്നെ ഞാനൊരു കേക്ക് ടീൻ എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ടിട്ട് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ പരത്തി വെച്ച മാവ് ഇതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച വെളുത്തുള്ളിയുടെയും ബട്ടർ മല്ലിയിലൊക്കെ ആക്കിയിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എല്ലാ സൈഡിലും ഇതുപോലെ അങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. നമ്മൾ കുറച്ച് ലാസ്റ്റിൽ ഇതൊന്ന് മടക്കിയ ശേഷം അതിൻ്റെ മുകളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബട്ടറിൻ്റെ മിക്സ് എല്ലാ സൈഡിലും ആക്കിയിട്ടുണ്ട്. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. അത് ഞാനിപ്പോൾ അൽമറയുടെ ചീസാണ് എടുത്തിട്ടുള്ളത്.
ചീസിനി ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡിലുമായിട്ട് ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചീസ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുക കുറക്കൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് മടക്കി വെച്ച് കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ഇതിൻ്റെ ആ സൈഡ് ഭാഗം എല്ലാം ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. ഇനി ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് വിട്ടുപോകാതിരിക്കാൻ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കൊരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട്, ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത്, ചെറുതായിട്ട് ഒരു പകുതി ഭാഗം ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സൈസിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച ഈ ബട്ടറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ സൈഡിലേക്കും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു ഉണക്കമുളക് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളകിൻ്റെ കുരു ചേർത്ത് കൊടുക്കുന്നില്ല, ഇത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒറിഗാനോ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു അര ടീസ്പൂൺ ഒറിഗാനോ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓവനല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്യാസിലും ചെയ്തെടുക്കുക. ഇതിന് മുന്നേ ഞാനൊരു ബണ്ണിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെയ്താൽ മതി. നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഓവനിൽ ഇപ്പോൾ ഇതൊരു 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് വെക്കുന്നത്. ഓരോ ഓവനിനനുസരിച്ചും ചൂടിന് മാറ്റം വരും. അപ്പം ഞാനിത് 20 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ 20 മിനിറ്റിന് ശേഷം ഗാർലിക് ബ്രെഡ് ഞാൻ ഓവനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ല കറക്റ്റ് തന്നെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഈ കേക്ക് ടിന്നിൽ നിന്ന് നമ്മുടെ ഗാർലിക് ബ്രെഡ് ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. നല്ല ബേക്കായി വന്നിട്ടുണ്ട് എല്ലാ സൈഡും. അതുപോലെ അടിഭാഗമൊക്കെ നല്ല കറക്റ്റ് തന്നെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കറക്റ്റ് ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഗാർലിക് ബ്രെഡ് ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിട്ട ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗാർലിക് ബ്രെഡ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെറിയ ചൂടിൽ തന്നെ കഴിക്കണം. അപ്പോഴാണ് ആ ചീസൊക്കെ ഇങ്ങനെ മെൽറ്റായത് നല്ല ടേസ്റ്റായിട്ട് കിട്ടുക. ചൂടാറി കഴിഞ്ഞാൽ പിന്നെ ചീസൊക്കെ ചെറുതായിട്ടൊന്ന് ഹാർഡായി പോവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.